ആക്കാൻ പോകുന്നത് ചിക്കൻ ഹനീതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ 1 കിലോ ചിക്കനാണ്. അത് ഇച്ചിരി വലുതായിട്ടൊക്കെ മുറിച്ചാണ് കേട്ടോ. ബിരിയാണിയെക്കാട്ടിൽ കുറച്ചുകൂടെയൊക്കെ വലിപ്പത്തിൽ മുറിച്ച ചിക്കൻ പീസാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് സെല്ല റൈസാണ് നമ്മളെടുത്തേക്കുന്നത്. വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന 1 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കുന്ന അരിയാണ്. ഇത് 1.5 കിലോ ഉണ്ട്. പിന്നെ അതിന് വേണ്ടിയിട്ട് മസാല കാണിച്ചു തരാം. ഇത് 1 സ്പൂൺ മല്ലിയാണ്, പൊടിക്കാത്ത മല്ലി. പിന്നെ ഒരു 8 ഏലക്ക ഉണ്ട്. പിന്നെ അത് ഒരു ഇടത്തര ഏലക്കയാണ്. പിന്നെ വെച്ചാൽ 1 സ്പൂൺ കുരുമുളകുണ്ട്, 1 സ്പൂൺ ചെറിയ ജീരകമാണ്. പിന്നെ എന്ന് വെച്ചാൽ പട്ട, അത് ഓപ്ഷനിലാണ്, ഒരു ചെറിയ പീസ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമ്മളെല്ലാം കൂടെ ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മളിതിൻ്റെ മസാല പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിനകത്ത് ചിക്കനകത്തേക്ക് ഇടുകയാണ് കേട്ടോ. അത് മുഴുവൻ ഇട്ടു. ഇനി അതിനകത്തേക്ക് 2 മാഗി ക്യൂബ് പൊടിച്ചിടുകയാണ്. അപ്പോൾ ഉപ്പ് നമ്മൾ പ്രത്യേകിച്ച് ഇടുന്നില്ല, മാഗി ഉപ്പുള്ളതുകൊണ്ട് നോക്കിയിട്ടൊക്കെ ഇട്ടാൽ മതി. ഇതൊന്ന് പുരട്ടി വെക്കണം. അപ്പോൾ ഈ ചിക്കനിലേക്ക് നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വയ്ക്കുവാണ് കേട്ടോ. അപ്പോൾ സ്റ്റവ് ഓണാക്കുകയാണ്. ഒരു പകുതി വേഗമാകുമ്പോഴത്തേക്ക് തന്നെ ഇതിനെ ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. 2 വശം ഒന്ന് നല്ലപോലെ ഒന്ന് വേകട്ടെ, അതിന് വേണ്ടിയാണേ. ഇതിനകത്തുനിന്ന് കോരി, സ്റ്റോക്കിനകത്തുനിന്ന് കോരി എടുക്കുവാണ്. കൊടുത്തിട്ട് മാറ്റി വെക്കാം. ഇത് വേണമെങ്കിൽ ഫ്രൈ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം കേട്ടോ. ഫ്രൈ ചെയ്യണമെന്നില്ല, ഇങ്ങനെയും ചെയ്യാം. നമ്മളിത് കോരി എടുത്തിട്ട് ഈ സ്റ്റോക്കിലാണ് നമ്മളിനിപ്പോൾ ചോറ് വെക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ആ ചിക്കൻ മാറ്റി ഇനിയിപ്പോൾ നമ്മളൊരു ബോട്ടിലിനകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം, അതാണ് നല്ലത് കുറച്ചുകൂടെ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനി സവോള ഇടുകയാണ്. ഇതൊരു 3 സവോളയാണ്, ഇടത്തര സവോള 3 എണ്ണമാണ് ഇതിലിട്ട് വെക്കുന്നത്. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോള ഒരിതും വാടിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തക്കാളി അരച്ച് വയ്ക്കുവാണ്. 2 ചെറിയ തക്കാളിയാണ്, 3 എണ്ണം അരച്ചിട്ട് വയ്ക്കുന്നത്. അപ്പോൾ അതിനെ ഇട്ടിട്ട് നമ്മളൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കും. നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചിക്കൻ സ്റ്റോക്കും വെള്ളവും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യണം. അത് 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം വെച്ചാണ്. കുക്കറിലാണെങ്കിൽ നമുക്ക് 1 ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി. ഇതിപ്പം 1-ന് 1.25 ഗ്ലാസ് വെള്ളം വെച്ചാൽ മതി. ഇത് നമ്മൾ ചെമ്പിൽ വെക്കുന്നതുകൊണ്ട് 1-ന് 2 ഗ്ലാസ് വെള്ളം ഇതിൽ വേകണ്ടേ. ഇനിയിപ്പോൾ ഇതൊന്ന് തിളയ്ക്കുമ്പോൾ നമ്മൾ അരി ഇടാനുള്ളതാണ്. നമ്മുടെ അരി ഇടാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് അരി ഇടുകയാണ്. അത് നമ്മൾ 1 മണിക്കൂർ കുതിർത്ത് വെച്ച സെല്ല റൈസാണ്. മന്തിയൊക്കെ ഉണ്ടാക്കണം. അതേ നമ്മളതിലേക്ക് ഒരു ഉണക്കനാരങ്ങ ഇടുവാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ കുറച്ച് നാരങ്ങാനീര് ഒഴിക്കുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ പച്ചമുളക് ഇടുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. നമ്മുടെ ചോറ് റെഡിയായിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ എടുത്ത് വെച്ച ചിക്കന് ഇടുവാണ്, നിരത്തി വെക്കുവാണ്. ഒന്നുകൂടെ ഒന്ന് നമ്മൾ ഇത് ഇച്ചിരി നേരം കൂടെ ഒന്ന് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ടൊരു ചെറിയ തീയിലങ്ങനെ ഒരു 2-3 മിനിറ്റ് കൂടെ വെച്ചേക്കും. അപ്പോൾ ഇതൊന്ന് മൂടി വെക്കും. അപ്പം നമ്മുടെ ചിക്കൻ ഹനീസ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം കഴിക്കുക എന്നുള്ള ജോലിയേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. എന്തായാലും ചോറും കറിയും വെക്കുന്ന സമയമൊന്നും വേണ്ട ഇത് വെക്കാനായിട്ട്. അതുകൊണ്ട് നിങ്ങളുമൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.